വെസ്റ്റേൺ ഗാർഡ്സ് ആൻഡ് ഏൻഷ്യൻ്റ് ട്രൈബ് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. കാടിൻ്റെ മക്കളുടെ ജീവിത രീതിയും അവരുടെ ആചാരങ്ങളാണ് എനിക്ക് വന്നത്. അതായത് പ്രദീപ് മരിച്ചുപോയി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. വന്യതയ്ക്ക് അവിടെ സ്ഥാനമില്ല. ഒരു ഭീതി ഉളവാക്കുന്ന ഒരു സംഭവം കൂടെയാണ് ഞാൻ പറയുന്നത്. പാറക്കല്ല് ചവിട്ടുന്നു, അവർക്കും വഴിതെറ്റിപ്പോയി. ഞാൻ കാടിനെയാണ് മനസ്സിൽ കാണുന്നത്. കാടെന്നെ ചതിക്കില്ല. അവർ തരുന്ന ഭക്ഷണം, സ്നേഹത്തോട് തരുന്ന ഈ കാട്ടുപാതയിൽ കൂടി എന്നെ കൊണ്ടുപോയെന്ന് എനിക്കൊരു പിടി ഇപ്പോഴും കിട്ടുന്നില്ല. ചിന്തിക്കുമ്പോൾ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള വല്ലാതെ അവരുടെ ആചാര രീതികളാണ്. അവർ ഒരുപാട് ഫണ്ട്, അവരുടെ സ്കൂളൊക്കെ കാണുമ്പോൾ സങ്കടം വരും. ലക്ഷമായിട്ട് ദൈവങ്ങൾ അവർക്കുണ്ട്. മറുത, ആനമറുത. കാരണം ഇന്ന് അവരുടെ പല വീടുകളിലും പുറത്തുള്ള ദൈവങ്ങൾ ഇരിക്കുകയാണ്. കൃഷ്ണൻ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ കരുമാടി ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പുതിയൊരു അതിഥിയായി നമ്മൾ പരിചയപ്പെടുകയാണ്. ആ അതിഥിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കാടിനെ ഇഷ്ടപ്പെടുകയും കാടിൻ്റെ യാത്രകളെ അദ്ദേഹം ഒരുപാട് ഇഷ്ടപ്പെടുകയും കാടുമായി ബന്ധപ്പെട്ട പുസ്തകം രചിക്കുകയും കാട് പറയാത്ത കഥകൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പേരാണ് ശർമ്മരാജ് എസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രകളും അദ്ദേഹത്തിൻ്റെ കാടുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും നമുക്ക് ചോദിച്ചറിയാം. ഇതാണ് ഞാൻ പറഞ്ഞ അതിഥി. അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. സാറ് ഈ യാത്രകളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനും കാടുമായി ബന്ധപ്പെട്ട യാത്രകൾ നടത്താനുള്ള കാരണം എന്താണ്? ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഇന്ന് പങ്കുവയ്ക്കാമോ? യാത്രാ അനുഭവങ്ങളും ഇനി പോകുന്ന യാത്രകളും സാറിൻ്റെ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട ഇനി പുതിയ പുസ്തക എഴുതുന്നുണ്ടോ? അപ്പോൾ ഇത് നമ്മുടെ ചാനലിലൂടെ അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്താണ് സാറിന് പങ്കുവയ്ക്കാമോ? കാടിനോടുള്ള ഒരു വല്ലാത്തൊരു അഭിനിവേശം എനിക്ക് തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്, ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽക്കേ അതുകൊണ്ട് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കാടിനോടൊരു വല്ലാത്തൊരു പ്രണയം തോന്നുന്നത്. അത് നമ്മുടെ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് മലമ്പുഴ ഡാമിലേക്ക് കൊണ്ടുപോയപ്പോഴാണ്. ആ മലമ്പുഴ ഡാമിൽ കൊണ്ടുപോയപ്പോൾ ആ മലമ്പുഴ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശവും അവിടുത്തെ കാടുകളും ആ പച്ചപ്പാർന്ന എൻ്റെ പുതിയൊരു അനുഭവമായിരുന്നു. ആദ്യമായിട്ട് ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ ഒരു കുറേ പച്ച പോലെ കിടക്കുന്ന മരങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലം, മലകളും. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഒരു മനസ്സിൽ ആ സമയത്തിന് ആദ്യമായിട്ട് ഈ ഒരു കാടിനോടുള്ള ഒരു പ്രണയം എൻ്റെ മനസ്സിനുള്ളിൽ കടന്നു കൂടുന്നത്. അങ്ങനെ മലമ്പുഴ ഡാമിൻ്റെ മുകളിൽ വെച്ച് കണ്ട കാടിൻ്റെ ആ ഒരു മനോഹാരിത എൻ്റെ മനസ്സിൽ തങ്ങി നിന്നു. അത് ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിലും എനിക്ക് പിന്നീട് ജോലി കിട്ടിയപ്പോഴും അപ്പോഴെല്ലാം ആ കാടിൻ്റെ ദൃശ്യം എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കും.